നമസ്കാരം. അവരെല്ലാവരും ഇന്നത്തെ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ കൊച്ചുങ്ങൾ ഇവിടെ ഇല്ല. അപ്പം ഇന്ന് നമ്മൾ ഈ ബ്ലോഗിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുക്കിംഗ്. അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ്. മോമോസ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ മൈദയിൽ നമ്മൾ സ്റ്റഫ് ചെയ്യുമല്ലേ, അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഈ മോമോസ് വന്നിട്ട് ക്യാബേജിൽ സ്റ്റഫ് ചെയ്യാൻ പോവാം, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോവാം. അപ്പം ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാബേജ് എന്ന് പറഞ്ഞാൽ റെഡ് ക്യാബേജ്. യെസ്, റെഡ് ക്യാബേജും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോമോസ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് ചിക്കൻ മോമോസ്, ബിക്കോസ് പ്രോട്ടീൻ. അപ്പം നമുക്കിനി പ്രോസസ്സിലോട്ട് പോയാലോ. ഇവിടെ ഞാൻ ചിക്കൻ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട്. പിന്നെ ഇത് വന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം, അനിയൻസ്, പിന്നെ ക്യാരറ്റും, പിന്നെ കുറച്ച് ഗ്രീൻ പീസും. അപ്പം നിങ്ങൾ വിചാരിക്കും ഗ്രീൻ പീസോന്ന്. യെസ്, ഗ്രീൻ പീസ്. അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രീൻ പീസ് കഴിക്കാൻ തോന്നി, അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് അങ്ങ് കഴിക്കാൻ പോവാം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ വെട്ടിയിട്ട് ഈ ചോപ്പറിനകത്ത് ഇട്ടിട്ട് ഒരു കറക്കാൻ പോവാം. അപ്പം നമ്മളുടെ ടൈം സേവ് ആവും. എങ്ങനെ? അപ്പം നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഇതിനകത്ത് നല്ല ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഫൈനായിട്ട് ചോപ്പായി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഒരു ഫ്രൈയിങ് പാനിലോട്ടിടാം. അപ്പം ഞാൻ ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് വരാം. അപ്പം ഇവിടെ ഇത് ഫ്രൈയിങ് പാൻ ചൂടാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ. ബിക്കോസ് വേറെ എണ്ണയൊക്കെ തീർന്നു പോയി. ഇത് ഒഴിച്ച് വെക്കാം. ചെറുതായിട്ട് ഒഴിച്ചാൽ മതി, നമുക്ക് എണ്ണയിൽ കുളിപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ചോപ്പ് ചെയ്ത് വെച്ച് വെജീസ് ഒക്കെ കൂടെ ഇതിനകത്തിടാം. ഇങ്ങനെ നമ്മൾ ഹീറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ചൂടായോ ഇല്ലയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇനി ഒത്തിരി മസാല ഒന്നും ഇടണ്ട. ഒരു ചെറുതായിട്ട് ഉപ്പും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ യെസ്, ആ ചിക്കനും കൂടെ ഇടണം. അപ്പോൾ വലിയ ചിക്കൻ മോമോസ് ആകത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം.
എനിക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് ഇടാൻ പോവാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ആ ഒരു പച്ച സ്മെല്ലിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ ചിക്കൻ വെട്ടി വെച്ചേക്കുന്ന അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇനി ഒരു 2 minutes അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാം. ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് ലീഫിൽ വെച്ചിട്ട് സ്റ്റീമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തും കുക്കാവും. സോ ഇതിനകത്ത് നമുക്ക് മാത്രം ഒരു 2 minutes ലിഡ് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് കുക്കാവുന്ന വരെ നമുക്ക് ലെറ്റസ് ഇല്ല ക്യാബേജിന്റെ ഇതെന്താ പറയുന്നത് ലീഫ് എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഒരു കുറച്ചു നേരം മാത്രം ഇട്ടിട്ട് എടുക്കാം. അതൊരു സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് ഇത് അതിനകത്ത് സ്റ്റഫ് ചെയ്യണ്ട. സോ റോൾ ചെയ്യാൻ വേണ്ടി അത് കുറച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടണം. അതുകൊണ്ട് മാത്രം നമ്മൾ ഒരു കുറച്ചു നേരം ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടെടുക്കും. ഇതേ ഞാനിവിടെ ക്യാബേജിന്റെ ലീഫ് എടുത്ത് അപ്പം അത് എനിക്കറിയത്തില്ല അത് ഫുള്ളായിട്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ എടുത്തപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ഒടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിഷമിക്കാനൊന്നും പാടില്ല. നമുക്ക് എല്ലാ ചെറിയ പീസസിലും വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യണം. അപ്പം ഇനി നമുക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഇതിനകത്തൊന്ന് വെള്ളം ചാടുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഒന്ന് മുക്കിയിട്ട് ഒരു 2 minutes മാത്രം വെച്ചിട്ടെടുക്കാം. എനിക്ക് തോന്നി ഈ വെള്ളം ഇനി പർപ്പിൾ കളർ ആവാൻ പോകുന്നു. നമുക്ക് ഇനി 2 minutes വെയിറ്റ് ചെയ്യാം. എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്താലോ നമുക്ക് ഒരുമിച്ചെടുക്കാമല്ലോ. അപ്പം നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. ഇങ്ങനെ വെള്ളം കുറഞ്ഞു പോയോന്നൊരു സംശയമുണ്ട്. സൈഡ്സൊക്കെ മുങ്ങുന്നില്ല. അപ്പം നമുക്കിനി 2 minutes കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 minutes ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം.
സോറി പറഞ്ഞു പോയി ഗൈസ്. ക്യാബേജ് ഓഫ് ആക്കണമായിരുന്നു, സ്റ്റവ് അധികം മറന്നുപോയി. അപ്പം അങ്ങനെ ക്യാബേജും നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് അത് തന്നെ. പിന്നെ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു, നെക്സ്റ്റ് ഇനി ഇത് ലൈക്ക് പീസസിൽ വെട്ടിയിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്സ് അത് ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞത് സ്റ്റീം ചെയ്തെടുക്കാമെന്ന്, പക്ഷേ ഐ ഹാവ് ചേഞ്ച് മൈ മൈൻഡ്. ഞാൻ വിചാരിച്ചു നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് വെട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെ റോൾ ചെയ്യുമെന്ന്. ഈ മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, ഈ തിക്കായിട്ടിരിക്കുന്ന ഈ സാധനം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് എടുത്ത് കളയാം. അപ്പം ഇങ്ങനത്തെ ഒരു ലീഫ് ഇത്ര സൈസിലെടുക്കുക. എന്നിട്ട് ലീഫ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് ലീഫ്. എന്നിട്ട് ഇനി നമുക്ക് ഫില്ലിങ് എടുക്കാം. ഇത്ര ഫില്ലിങ്സ് എടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം. സ്കോറി പോയെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ എടുത്ത് മാറ്റാം. ഓൾറെഡി ആദ്യമേ കുറച്ച് മാറ്റിയതായിരുന്നു. ഓക്കെ, അപ്പം ഉണ്ട് ഇങ്ങനെ ഫില്ലിങ്സ് കുറച്ചും കൂടെ നമുക്ക് കുറയ്ക്കാം. എനിക്ക് തോന്നി നമുക്കിനി ഫ്രൈയും ലൈക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ആ മറ്റേ ചിക്കൻ പറഞ്ഞില്ല 2 minutes വെച്ചിട്ടൊന്ന് കുറച്ച് കുക്കായിട്ട് എടുക്കാം. അത് ലൈക്ക് ഫുള്ളി കുക്കായി. അതെ, 2 minutes കാട്ടി കുറച്ച് കൂടി പോയായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചാലോ എന്താ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്കാല്ലേ. അപ്പം ഞാനിവിടെ ഈ ഒരു ചട്നി ഷേസ്വാൻ സോസ് എടുത്തിട്ട് മറ്റേ നമ്മൾ മടക്കി വെച്ചില്ലേ അതെടുത്തിട്ട് വെച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അടിപൊളിയാണെന്നൊന്നും പറയത്തില്ലേ. ഓക്കെ, മോശമല്ല എന്തായാലും. അല്ല, ഒരു ഡയറ്റിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം ഞാനിനി ഫ്രൈയോ സ്റ്റീം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നേ. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ
ഈ ഈ ഈ ഈ ഇലയല്ലേ, ഇത് പിടിച്ച് കഴിക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ കളറും കാണുന്നുണ്ടോ ഇല്ല എനിക്ക് അറിയത്തില്ല. കണ്ട അപ്പം കളർ വരണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കളർ ആവണ്ടെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ ഗ്ലൗസ് ഇട്ട് കഴിച്ചോ. Take me to the ocean beach.